ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വെൽക്കം ടു സന്ധ്യാസ് വ്ലോഗ്. 2-3 മാസം മുമ്പ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ എൻ്റെ വ്യൂവേഴ്സിനായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഒരു കരിക്കക്കടയുടെ വീഡിയോ. ഇതാ കരിക്കക്കടയല്ല കേട്ടോ, ആ കരിക്കക്കട അവിടെ തന്നെയുണ്ട്. ഇത് അതിൻ്റെ രണ്ടാമത്തെ ഒരു ബ്രാഞ്ചാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ആ ബ്രാഞ്ചിൽ നിന്ന് ഇങ്ങോട്ട് നടന്നു വരാൻ ഏകദേശം ഒരു 5 മിനിറ്റ് പോലും വേണ്ട. അപ്പോൾ ഇത് ആദ്യത്തെ കരിക്കക്കടയുടെ ഒരു ബ്രാഞ്ച് തന്നെയാണ്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തത് 2 ദിവസം മുമ്പാണ് കേട്ടോ. ഇത് നമ്മുടെ കോലാഴി റൂട്ടിലാണ്. കോലാഴി തിരൂർ വടകുറുമ്പുകാവ് അമ്പലമൊക്കെ എല്ലാ ഭാഗത്തേക്ക് വരുന്ന റൂട്ടിലാണ്. നമ്മുടെ ആദ്യത്തെ കരിക്കക്കട കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2-3 മിനിറ്റ്, ഏകദേശം പതുക്കെ നടന്നാൽ ഒരു 5 മിനിറ്റ് അത്രയേ ഉള്ളൂ. ഈ കരിക്കക്കട എത്തുന്നത് രണ്ടാമത്തെ കരിക്കക്കട. ഇതിൻ്റെ ബ്രാഞ്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ മറ്റേ കരിക്കക്കടയിലുള്ള പോലെയല്ല, ഒരുപാട് വെറൈറ്റി. അവിടെയും വെറൈറ്റികൾ തന്നെയാണ്, ഇവിടെ അതിനേക്കാട്ടും കൂടുതൽ വെറൈറ്റി എന്ന് തന്നെ പറയാം. പിന്നെ അത് കൂടാതെ എല്ലാ തരത്തിലുള്ള ജ്യൂസുകളൊക്കെ ഇവിടെ ലഭ്യമാണ് കേട്ടോ. കുലുക്കി അതെല്ലാം ഉണ്ട്. പക്ഷെ അതിനൊന്നും അല്ല ഇവിടെ പ്രാധാന്യം നമ്മുടെ കരിക്കിൻ്റെ വിഭവങ്ങൾക്ക് തന്നെയാണ്. എന്നാലും അത്തരം ജ്യൂസുകളും ഇവിടെ ലഭ്യമാണ് എന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീക്കോ എന്ന് പറയുന്ന നമ്മുടെ കരിക്കക്കട. അതായത് നമ്മുടെ ആദ്യത്തെ കരിക്കക്കടയുടെ സെക്കൻഡ് ബ്രാഞ്ചാണിത്. ആദ്യത്തെ കരിക്കക്കട വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഒരു 3 മാസം മുമ്പാണ് ഞാൻ ആ വീഡിയോ എൻ്റെ യൂട്യൂബ് വീഡിയോ ലിസ്റ്റിൽ തന്നെയുണ്ട്. അപ്പോൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ അന്ന് കാണണം കേട്ടോ. അപ്പോൾ അവരുടെ തന്നെ ബ്രാഞ്ചാണ് തുടങ്ങിയിരിക്കുന്നത്. ഇത് കരിക്കുകളുടെ ഒരു പ്രപഞ്ചം എന്ന് തന്നെ പറയാം. അതിന് മാത്രം കരിക്കിൻ്റെ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. ഇവിടെ കരിക്ക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ ലഭ്യമാണ് കേട്ടോ. നമ്മുടെ പഴയ കരിക്കക്കടയിലും കരിക്ക് ജ്യൂസ് ഉണ്ട്. പക്ഷെ അവിടുത്തെ പോലെ അവിടുത്തെ കരിക്ക് ജ്യൂസ് കുറച്ചുകൂടി കുറുകിയ രീതിയിലുള്ള ഒരു ഷേക്ക് കൺസിസ്റ്റൻസിയിലാണ്. പക്ഷെ ഇവിടെ കരിക്ക് ജ്യൂസ് എന്ന് പറഞ്ഞാൽ കരിക്കിൻ്റെ പൾപ്പും അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും അതുകൂടെ തന്നെ അതിനൊപ്പം തന്നെ കരിക്കും വെള്ളവും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല പതഞ്ഞ് വരും. അതാണ് ഇവിടുത്തെ കരിക്കിൻ ജ്യൂസ്. മറ്റേ അവിടുത്തെ അങ്ങനെയല്ല കേട്ടോ. ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അവിടുത്തെ കരിക്കിൻ ജ്യൂസ് കുറച്ച് തിക്കാണ്. അതിനകത്ത് കസ്കസും ടൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് വേറൊരു ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഈ കരിക്കുകളുടെ സെക്കൻഡ് ബ്രാഞ്ചും ഫസ്റ്റ് ബ്രാഞ്ചും കൂടിയാണോ തൃശ്ശൂർ നഗരത്തെ അങ്ങോട്ട് ഇളക്കി മറക്കിയത് തന്നെ എനിക്ക് തോന്നുന്നത്. കാരണം അതിനും മാത്രം കരിക്കിൻ്റെ കളക്ഷൻസാണ് ഇവിടെയുള്ളത്. അപ്പം ഞാനും മോളും കൂടി ഇന്ന് ഇവിടെ ചെന്നപ്പോഴത്തേനും ഇവിടെ സ്ട്രോബെറി കരിക്ക് വാങ്ങിച്ചു. അതാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചത്. അതായത് പാല് നന്നായിട്ട് ചപ്പാത്തി കോല് വെച്ച് അടിച്ച് പരത്തിയെടുത്തേക്കാണ് ഫ്രീസായ പാൽ. അതിൻ്റെ കൂടെ 2 സ്ട്രോബെറിയും കരിക്കിൻ്റെ പൾപ്പും പഞ്ചസാരയും ഈ ഒരു കരിക്ക് സ്ട്രോബെറി കരിക്ക് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതാണിപ്പോൾ ഞാൻ കാണിച്ചത് കേട്ടോ. പിന്നെ ഞാൻ കരിക്കിൻ ജ്യൂസ് കൂടി പറഞ്ഞു. അപ്പോൾ കണ്ടോ, കരിക്കിൻ്റെ പൾപ്പിലേക്ക് കരിക്കിൻ വെള്ളവും പഞ്ചസാരയും കൂടി ഒഴിച്ച് നന്നായിട്ട് പതപ്പിച്ച് തന്നേക്കാണ് കേട്ടോ. അതാണിപ്പോഴത്തെ ഞാൻ കുടിക്കുന്ന കരിക്കിൻ ജ്യൂസ്. ഇത് ഈ കടയിൽ മാത്രമാണ്. പെട്ടെന്ന് തന്നെ ഞാൻ കുടിച്ച് കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരെണ്ണം കൂടി വാങ്ങിക്കണമെന്ന് തോന്നി കേട്ടോ. എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റി ആയിരുന്നു കരിക്കിൻ ജ്യൂസിന്. അങ്ങനെ അടുത്ത ആളുകൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് ചിക്കു കരിക്കാണ് ഇപ്പോൾ ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. കണ്ടോ, ഫ്രീസായ പാലിനെ വലിയൊരു കോല് വെച്ച് ഇങ്ങനെ അടിച്ച് ഇതുപോലെ നന്നായിട്ട് ഒരു എന്താ പറയുക കട്ടിയായിട്ട് എടുത്തിട്ട് ഇനി മിക്സിയിൽ അടിയില്ലല്ലോ, നന്നായിട്ട് അടിച്ച് പരത്തോണം. എന്നിട്ടാണ് ആ മിക്സിയിലേക്ക് ഇട്ടിട്ടാണ് ഇത് ഷേക്ക് അടിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ചിക്കു കരിക്കാൻ അടിക്കുന്നതാണ്. ചിക്കു കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് കരിക്കിൻ്റെ പൾപ്പാണ് ഇട്ടേക്കുന്നത് മുഴുവൻ. അത് കൂടാതെ ഒരു പാക്കറ്റ് പാല്. 4 ചിക്കു ഷേക്കാണ് ഓർഡർ വന്നേക്കണേ കേട്ടോ. അപ്പോൾ അതിൻ്റെയാണ്. അപ്പം നമുക്കൊന്ന് കാണാം എങ്ങനെയാണെന്ന്. കണ്ടോ, ഇതെല്ലാം ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുന്നുണ്ട്. കാരണം കരിക്കിൻ്റെ പൾപ്പ് താഴത്തും പാല് മുകളിലും ചിക്കു ഏറ്റവും അടിയിലും പഞ്ചസാരയും കൂടിയാണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അതിന് വേണ്ടിയാണ് ഇതെല്ലാം കൂടി ഒന്നിങ്ങനെ കുത്തി ഇളക്കമാണ് കേട്ടോ. ഇനി മിക്സി ഓണാക്കാൻ പോവുകയാണ്. 4 ഓർഡറാണ് വന്നിരിക്കുന്നത് ചിക്കു കരിക്കിൻ്റെ. പിന്നെ അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറേ ഗാർണിഷിങ്ങും ചെയ്യുന്നുണ്ട്. ഞാനിവിടെ നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മിക്സി ഓണാക്കാൻ പോകുന്നു. നമുക്ക് കാണാം. നമ്മുടെ ചിക്കു കരിക്കിൻ ഷേക്ക് റെഡിയായി വരുന്നത് നമുക്ക് കാണാം. കുറച്ച് സമയം എടുക്കും കേട്ടോ. നന്നായിട്ട് ആ കരിക്കിൻ്റെ പൾപ്പും എല്ലാം അടിഞ്ഞ് ചേരണമല്ലോ. പിന്നെ ഇത് കണ്ടോ, ഒരുപാട് കരിക്കാണ് പുറത്തിട്ടേക്കണം. കരിക്ക് വെള്ളവും കരിക്ക് ജ്യൂസും എന്ന് വേണ്ട, കരിക്കിൻ്റെ ഒരു മായാലോകം തന്നെയാണല്ലോ ഇത്. അപ്പോൾ നമ്മുടെ മിക്സിയിൽ അത് റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഗ്ലാസ്സിലേക്ക് പകർത്തുവാണ്. ഇത് ചിക്കു കരിക്കിൻ ഷേക്കാണ് കേട്ടോ. ഞങ്ങളുടെ സ്ട്രോബെറി കരിക്ക് ഷേക്ക് ഞാൻ കുടിച്ചു. അതേപോലെ തന്നെ കരിക്കിൻ ജ്യൂസും ഞാൻ പറഞ്ഞില്ലേ, കരിക്കിൻ ജ്യൂസിന്മേൽ കരിക്കിൻ്റെ പൾപ്പും അതേപോലെ കരിക്കിൻ്റെ വെള്ളവും പഞ്ചസാരയും കൂടി നന്നായിട്ട് ആ ജ്യൂസറിലിട്ട് ഇങ്ങനെ നമ്മുടെ വലിയ ജ്യൂസറുണ്ടല്ലോ അതിൻ്റെ നന്നായിട്ട് പതപ്പിച്ചടിക്കണം. ഭയങ്കര പതയാണ് അതിന് കേട്ടോ. പക്ഷെ നല്ലൊരു ടേസ്റ്റാണ്. അയ്യോ എന്തൊരു ടേസ്റ്റാണെന്നറിയോ അതിന്. അപ്പോൾ ഇതിപ്പോൾ വേറെ ഒരു ഫാമിലി ഓർഡർ ചെയ്തതാണ്. അപ്പോൾ നമ്മളിത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടതാണ് കേട്ടോ. ഇതാ നമ്മുടെ ചിക്കു കരിക്കിൻ ഷേക്ക് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഞാൻ 2 ബോട്ടിൽ കരിക്കും വെള്ളവും കൂടി പറഞ്ഞു. ഇവിടെ അങ്ങനത്തെ ഒരു ഫെസിലിറ്റി ഉണ്ട്. നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ കരിക്കും വെള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കുപ്പി അവൈലബിൾ ആണ്. നമുക്ക് 2 കരിക്കും വെള്ളം അപ്പത്തിന് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ വെട്ടി നമുക്ക് 2 കുപ്പി വെള്ളം തരും. ഒരു കുപ്പിക്ക് 70 രൂപയാണ് കേട്ടോ. എന്നാലും നല്ലതാണ്. കാരണം നമ്മുടെ ഈ ക്യാൻ ജ്യൂസും
പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ജ്യൂസുകളും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കണേക്കാളും എത്രയോ നല്ലതാ ഒരു കുപ്പി കരിക്കും വെള്ളം. ഒരു 2-3 ദിവസം കൂടുമ്പോൾ ഒരു കുപ്പി കരിക്കും വെള്ളം വാങ്ങിച്ച് കുടിച്ചാൽ ശരീരത്തിന് എത്ര നല്ലതായിരിക്കും ഇല്ലേ. അപ്പോൾ അങ്ങനെ 2 കുപ്പി കരിക്കും വെള്ളം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. കരിക്ക് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ വെട്ടി ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ചു. ഞാൻ മാത്രമല്ല 2-3 പേരൊക്കെ ഇതിന് ഓർഡർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 കുപ്പി പറഞ്ഞേക്കണമുണ്ട്. ആ ജഗ് ഒരുമിതമായി കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കുപ്പിയിലേക്ക് പകർത്തോളൂ. കുപ്പിയെ നമ്മൾ കൊണ്ടുപോകണ്ട കേട്ടോ, കുപ്പിയൊക്കെ ഇവിടെ ലഭ്യമാണ്. അങ്ങനെ എല്ലാവിധ സൗകര്യങ്ങളും ഈ കരിക്കക്കടയിൽ ഉണ്ട് കേട്ടോ. കരിക്കും വെള്ളം പകർന്നു 2 കുപ്പി കരിക്കും വെള്ളവും കൂടി ഞാൻ വാങ്ങിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കരിക്കും വെള്ളം ഇങ്ങനെ വാങ്ങിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ. ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ കൂടുമ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നമുക്ക് ഒരു കുപ്പി കരിക്കും വെള്ളം വാങ്ങിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിയർലി 2.5-3 ഗ്ലാസ് ഉണ്ട്. എത്ര നല്ലതാണ് ശരീരത്തിന് അല്ലേ. നീ തിരക്കിങ്ങനെ കൂടി വരുവാണ് കേട്ടോ. വൈകുന്നേരം ആവും തോന്നും. ഇപ്പോൾ ഒരു 7 മണിക്ക് അടുത്തായി. ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും തിരക്ക് കൂടി. കാരണം ജോലി കഴിഞ്ഞ ആൾക്കാർ പറഞ്ഞ സമയം എല്ലാമാണല്ലോ. ഭയങ്കര തിരക്കാണ് കേട്ടോ. ഇവിടെ തുറന്നപ്പോൾ ഇവിടെ ഇത്രയും തിരക്ക്, പഴയ കടയിൽ അതിനേക്കാട്ടും തിരക്ക്. ഒന്നും വേണ്ട, ഈ കരിക്കക്കട ഉണ്ടല്ലോ അത്രയ്ക്ക് അടിപൊളിയാണ്. കാരണം അത് വരുമ്പോൾ തന്നെ മനസ്സിലാവും റോഡിൽ എന്തൊരു തിരക്കാണെന്നറിയാം. ഈ സമയത്ത് റോഡ് സൈഡ് തന്നെയാണ്. നമ്മുടെ കോലാരി റോഡിൽ കൂടി വരുമ്പോൾ തിരൂരമ്പലം വടകുറുമ്പ് അമ്പലം എത്തുന്നതിന് മുമ്പ് ഒരു 2 മിനിറ്റ് മുമ്പാണ് ഈ കരിക്കക്കട. റോഡിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. പിന്നെ അത് മാത്രമല്ല കാണാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിന് മാത്രം ആൾക്കാർ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായും വേഗം എന്താണ് സംഭവം നോക്കിപ്പോവും. അത് നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാക്കാനും സാധിക്കും നമ്മുടെ കരിക്കക്കട. അപ്പോൾ ഇതാണ് ഇന്നത്തെ കരിക്കക്കടയുടെ വിശേഷങ്ങൾ കേട്ടോ. അത് കണ്ടോ, രാത്രിയായപ്പോൾ തന്നെ ആൾക്കാർ വന്ന് കൂടിയത്. ഇവിടെ ഒരുപാട് ആളുകൾ ഇങ്ങനെ കുപ്പിയിലാക്കി വെച്ചിരിക്കുന്ന കരിക്കും വെള്ളം വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ഇവിടെ മിക്കപ്പോഴും ഒരു 6-7 കുപ്പി സ്റ്റോക്ക് ചെയ്ത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടാവും, കരിക്കും വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ധൃതി പിടിച്ചൊക്കെ പോയി നമുക്ക് പെട്ടെന്ന് ഒന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഇനി അതല്ല തണുത്തത് വേണ്ട, നമുക്ക് അപ്പം തന്നെ ഫ്രഷ് ആയിട്ടുള്ള വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് വാങ്ങിക്കേണ്ട. ഇവർ അപ്പം തന്നെ നമുക്ക് വെട്ടി നമ്മുടെ മുമ്പിൽ വെച്ചതിന് കുപ്പിയിലേക്കാക്കി അങ്ങനെയും തരും. എവിടെയെങ്കിലും യാത്ര പോകുമ്പോൾ 2 കുപ്പി കരിക്കും വെള്ളം വാങ്ങിച്ചുകൊണ്ട് പോയാൽ ഈ പ്രിസർവേറ്റീവ്സ് ഉള്ളത് ക്യാൻ ജ്യൂസ് ഒന്നും വാങ്ങിക്കാണ്ട് കഴിഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ വൈകുന്നേരമായി. ഇപ്പോൾ വണ്ടികളെല്ലാം വന്ന് നിറഞ്ഞു കേട്ടോ. ഒരുപാട് കാറും ബൈക്കും എല്ലാം വന്നിട്ടുണ്ട്. ഇതേപോലെ തിരക്കാണ് കേട്ടോ അപ്പുറത്തുള്ളത്. അപ്പുറത്ത് നമ്മുടെ ആദ്യത്തെ കരിക്കക്കടയുണ്ടല്ലോ, അവിടെയും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ ഇതെല്ലാമാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ഇങ്ങനെ കരിക്കും ജ്യൂസും സ്ട്രോബെറി കഴിക്കൊക്കെ കുടിച്ച് 2 കുപ്പി കരിക്കും വെള്ളമൊക്കെ വാങ്ങിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഫ്രണ്ട്സ്? അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ ഒരു ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി തൃശ്ശൂർ ഭാഗത്തെ കോലാഴി ആ ഭാഗത്തൂടെയൊക്കെ പോകുമ്പോൾ ഈ ഒരു കരിക്കക്കട മറക്കരുത് കേട്ടോ. മറന്നാലും കരിക്കക്കട നമ്മളെ ഓർപ്പിക്കും. കാരണം ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന കാണുമ്പോൾ എന്താ സംഭവം, എന്താണ് ഈ നമ്മളൊന്ന് നോക്കി പോകില്ല. അപ്പം നമുക്ക് മനസ്സിലാവും ഈ കരിക്കക്കട. അതുകൊണ്ട് കരിക്കക്കട മിസ്സായി പോകില്ല കേട്ടോ ഈ റോഡിൽ കൂടി പോകുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഫ്രണ്ട്സ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ലൈക്കും ഷെയറും വാല്യുബിൾ കമൻസും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ നമുക്ക് കാണാം. അതുവരെയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ബൈ ബൈ ഫ്രണ്ട്സ്. സ്റ്റേ ഹാപ്പി ഓൾവേസ് ഡിയേഴ്സ്.